മറൈൻ സ്പിരിറ്റ് ഏത് രീതിയിലാണ് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മളെ ആക്രമിക്കുന്നത് എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്. അതിൻ്റെ സിംറ്റംസാണ് ഞാൻ പറയുന്നത്. കഴിഞ്ഞ 3 എപ്പിസോഡിൽ നമ്മൾ മറൈൻ സ്പിരിറ്റിനെ കുറിച്ച് പറയായിരുന്നു. എങ്ങനെയാണ് അത് വന്നത്, അതിൻ്റെ പ്രവർത്തന മേഖലകൾ, അതിനെക്കുറിച്ചുള്ള തിയറി, അത് ഏത് രീതിയിലാണ് എൻ്റെ എക്സ്റ്റേണൽ ഫീച്ചേഴ്സ്, ഇത്രയും പറഞ്ഞു. ഇനി നമ്മുടെ ജീവിതങ്ങളിൽ ഈ മറൈൻ സ്പിരിറ്റിൽ ആക്രമിക്കപ്പെട്ടോ എന്ന് നമ്മൾ എങ്ങനെ മനസ്സിലാക്കും എന്നുള്ളതാണ് ഈ എപ്പിസോഡിൽ. അത് തീർന്നില്ലെങ്കിൽ അടുത്ത എപ്പിസോഡിലൂടെ അത് പറയാം. നമ്മൾ പ്രത്യേകിച്ചും സ്വപ്നങ്ങൾ കൊണ്ടുവരും. ദൈവമാണ് മിക്കവാറും സ്വപ്നങ്ങൾ കൊണ്ടുവരുന്നത്. എന്നാൽ പൈശാചിക സ്വപ്നങ്ങളുണ്ട്. സ്വപ്നത്തെക്കുറിച്ചുള്ള എപ്പിസോഡ് പറയുമ്പോൾ അതിനെക്കുറിച്ച് പറയാം. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡ്രീംസ്, അതിനെക്കുറിച്ച് പറയാം. എന്നാൽ നമ്മൾ ഉറങ്ങുമ്പോഴുള്ള സ്വപ്നത്തിൽ നമ്മൾ വാട്ടർ ബോഡീസിൽ 4 വാട്ടർ ബോഡീസാണുള്ളത്. റിവർ ഉണ്ട്, ലേക്കുണ്ട്, സീ ഉണ്ട്, ഓഷ്യനുണ്ട്. ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു വാട്ടർ ബോഡിയിൽ നമ്മൾ സ്വിം ചെയ്യുക, നമ്മൾ നീന്തിക്കൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും നമ്മളെ താഴോട്ട് പിടിച്ചു വലിക്കുകയോ അല്ലെങ്കിൽ നമ്മളെ ഡ്രൗൺ ചെയ്യുക, നമ്മൾ മുങ്ങിപ്പോവുക എന്നൊക്കെയുള്ള ഒരു കാര്യം, അങ്ങനെ നിങ്ങളുടെ ഒരു സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അർത്ഥം നിങ്ങളെ ഒരു മറൈൻ സ്പിരിറ്റ് ആക്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ചിലപ്പം നിങ്ങളതിൽ തന്നെ ഇൻഡൽജ് ആയിരിക്കും ഏതെങ്കിലുമൊക്കെ ആക്ടിവിറ്റിയിൽ. ആ മറൈൻ സ്പിരിറ്റ് നിങ്ങളെ ആക്രമിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണത്, ഒരു സ്വപ്നം. രണ്ടാമത് ഉള്ള കാര്യം, നമ്മൾ സ്വപ്നം കാണുകയാണ്, അറിയാൻ വയ്യാത്ത അൺനോൺ പേഴ്സണുമായിട്ട് നിങ്ങൾ സ്നേഹത്തിലാവുന്നു, അവരുമായിട്ട്, അൺനോൺ പീപ്പിളുമായിട്ട് മേക്കിംഗ് ലവ്, വെച്ചാൽ സ്ലീപ്പിംഗ് വിത്ത് ദം. കല്യാണത്തിന് പുറത്ത്, സ്വപ്നത്തിലാണ് ഞാൻ പറയുന്നത്, കല്യാണത്തിന് പുറത്തുള്ള, നിങ്ങൾ മാരീഡാണ്, ഭാര്യയും ഭർത്താവും ഉണ്ട്, ഭാര്യ വേറൊരു പുരുഷനുമായിട്ട് ഉറങ്ങുന്ന രീതിയിലുള്ള സ്വപ്നം കാണുക, അല്ലെങ്കിൽ പുരുഷൻ വേറൊരു സ്ത്രീയുമായിട്ട് ഉറങ്ങുന്ന രീതിയിൽ സ്വപ്നം കാണുക. ഇതിന് സ്പിരിച്വൽ ഹസ്ബൻഡ്, സ്പിരിച്വൽ വൈഫ് എന്നൊക്കെ പറയുന്ന ഒരു കാര്യമാണ്. അത് ഈ മറൈൻ സ്പിരിറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. അതിനെക്കുറിച്ച് പറഞ്ഞ ഒരു എപ്പിസോഡ് വേണം, അത് പിന്നീട് ഒരിക്കലും ഞാൻ സംസാരിക്കാം. അത് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വേറെ സ്പിരിറ്റുകളുണ്ട്. ആ സ്പിരിറ്റും മറൈൻ സ്പിരിറ്റുമായിട്ട് ലിങ്ക് ചെയ്ത്, നേരത്തെ നമ്മൾ പറഞ്ഞു ഒറ്റയ്ക്കല്ല, ഇത് കൂട്ടായിട്ടാണ് വരുന്നത്. അവിടെ അങ്ങനെ ഒരു ഡ്രീമിലാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളെ ഒരു മറൈൻ സ്പിരിറ്റ് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും അങ്ങനെയുള്ള കേസുകളിലൊക്കെ സ്വപ്നങ്ങൾ, ഇറോട്ടിക്കായിട്ടുള്ള സ്വപ്നങ്ങൾ കാണുകയും അത് ലൈംഗികമായിട്ടുള്ള സ്വപ്നങ്ങൾ കാണുകയും നിങ്ങൾക്ക് അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ വർദ്ധിക്കുകയും ചെയ്യുന്നതായിട്ട് കാണും. അതെല്ലാം തന്നെ പ്രധാനമായിട്ടും ഈ മറൈൻ സ്പിരിറ്റാണ്. പ്രത്യേകിച്ചും ക്രിസ്തീയ വിശ്വാസത്തിലും ക്രിസ്തീയ പ്രവർത്തന മേഖലകൾ എന്ന് പറഞ്ഞാൽ സുവിശേഷം അറിയിക്കുന്നതിലും ഒക്കെയുള്ള ആളുകൾ ഇങ്ങനെയുള്ള സ്വപ്നങ്ങൾ കാണുമ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങൾ പ്രാർത്ഥനയിലിരിക്കുക. നിങ്ങളുടെ ജീവിതം ഈ മറൈൻ കിങ്ഡത്തിലുള്ള രാജാവ് തട്ടിക്കൊണ്ടു പോകാനുള്ള സാധ്യതയുണ്ട്, അത് ശ്രദ്ധിക്കുക. വേറൊരു സ്വപ്നം, ഇതുമായിട്ട് ബന്ധപ്പെട്ട സ്വപ്നം, ഡ്രീംസ് ചേസ്ഡ് ബൈ ഫ്രോക്സ്. നിങ്ങളുടെ ജീവിതത്തിൽ ഫ്രോക്സിനെ കാണുക, ഫ്രോക്സ് നിങ്ങളെ ഓടിക്കുക, അല്ലെങ്കിൽ ഫ്രോക്സിൻ്റെ ഇടയിൽ, ഫ്രോക്സ് തവളയുടെ ഇടയിൽ കിടന്ന് ഉറങ്ങുക, തവള നിങ്ങളെ തള്ളിക്കൊണ്ട് പോവുക, അല്ലെങ്കിൽ എല്ലായിടവും ഫ്രോഗിനെ കാണുന്ന ഒരു സ്വപ്നം നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളത് മനസ്സിലാക്കുക, നിങ്ങളുടെ ജീവിതം മുമ്പോട്ടുള്ള പ്രയാണത്തിൽ അതൊരു ഒരിക്കലും മുമ്പോട്ട് നീങ്ങാത്ത രീതിയിൽ തടസ്സപ്പെടുത്തുന്ന ഒരു ആത്മാവ് നിങ്ങൾക്ക് വരുന്നു. അത് വേറെ ഒന്നുമല്ല, അത് മറൈൻ സ്പിരിറ്റാണ്. അത് നിങ്ങളെ പൂർണ്ണമായിട്ട് തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. അത് നിങ്ങളുടെ വരുന്നു എന്നുള്ളതാണ്. ഈ സ്വപ്നങ്ങളൊക്കെ കാണുമ്പോൾ എന്താ ചെയ്യേണ്ടത്? നമ്മളത് കണ്ടിട്ട് അത് നോട്ട് ചെയ്യുകയും നമുക്ക് അതിന് എതിരായിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് നമുക്ക് ആ സ്വപ്നങ്ങളൊക്കെ ദൈവം കാണിച്ചു തരുന്നത്. നിങ്ങളത് കണ്ടു കഴിയുമ്പോൾ അത് പോയി എന്നുള്ളതല്ല. ദൈവമേ, ഇങ്ങനൊരു കാര്യം എൻ്റെ ജീവിതത്തിൽ വരുന്നു, അതിനാൽ ഞാൻ അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് ഈ സ്വപ്നങ്ങളൊക്കെ വരുന്നത്. ഓക്കെ, ഈ സ്വപ്നങ്ങളും അതിൻ്റെ അർത്ഥങ്ങളും അതിൻ്റെ വ്യാഖ്യാനവും എല്ലാം പിന്നീട് നമ്മൾ ഒരു 4-5 എപ്പിസോഡുണ്ട്, ആ സമയത്ത് പറയാം.
വീണ്ടും നമ്മൾ സ്വപ്നം കാണുന്നു. കാര്യം ഒന്ന്, നമ്മുടെ അണ്ടർ ഗാർമെൻറ്റ്സ് മിസ് ചെയ്യുന്ന സ്വപ്നം കാണും. അണ്ടർ ഗാർമെൻറ്റ്സ് മിസ് ചെയ്യുന്ന സ്വപ്നം. അങ്ങനൊരു സ്വപ്നം നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, എവിടെയെങ്കിലും ആയിരിക്കാം, നിങ്ങൾ എവിടെയെങ്കിലും പോകുന്ന സമയത്തോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ളൊരിതല്ല സ്വപ്നം ഞാൻ പറയുന്നത്. അങ്ങനെയുള്ളൊരു സ്വപ്നം കാണുകയാണെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക, യു ആർ അണ്ടർ ദ അറ്റാക്ക് ഓഫ് മറൈൻ സ്പിരിറ്റ്. മറൈൻ സ്പിരിറ്റിൻ്റെ അറ്റാക്കിലാണ് നിങ്ങളുള്ളതെന്ന് നിങ്ങൾ ചിന്തിക്കുക. പിന്നീട് വീണ്ടും നമ്മുടെ എക്സ്റ്റേണലായിട്ട് കാണുന്നൊരു കാര്യമാണ് എക്സസീവ് സെക്സ് വിത്തൗട്ട് കൺട്രോൾ. നിങ്ങളുടെ ഉള്ളിൽ ഭയങ്കര ആഗ്രഹം എപ്പോഴും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണം, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആക്ടിവിറ്റിയിൽ ഏർപ്പെടണം, ഒരു കൺട്രോളും ഇല്ലാതെ ഇരിക്കുക. ഭാര്യ ഭർത്താക്കന്മാർക്ക് പോലും അല്ലാതെയും, രണ്ട് രീതിയിലും. അങ്ങനെ ഒരു എക്സസീവ് കൺട്രോൾ, വിത്തൗട്ട് കൺട്രോളായിട്ടൊരു സെക്സ് നിങ്ങളുടെ മനസ്സിൽ തോന്നുകയും ആഗ്രഹിക്കുകയും ചെയ്യുക. ഇതൊരു വലിയൊരു സംഭവമാണ്. അതങ്ങനെ വരുന്ന കേസിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഒരു മറൈൻ സ്പിരിറ്റിൻ്റെ അറ്റാക്കിലാണ്. പ്രോണോഗ്രഫിക്കുള്ള താല്പര്യം, എക്സസീവ് ലെസ്റ്റിനുള്ള താല്പര്യം, ഇതൊരു മറൈൻ സ്പിരിറ്റാണ്. പ്രത്യേകിച്ച് ഈ പ്രോണോഗ്രഫി. ഈ പ്രോണോഗ്രഫിയിൽ കയറി കഴിഞ്ഞാൽ അത് നോർമലി അത് എൻഡ് ചെയ്യുന്ന വിത്ത് മാസ്റ്റർബേഷനാണ്. കാരണം അതൊരു സെക്ച്വൽ തോട്ട്സ് വരും. ആ സെക്ച്വൽ തോട്ട്സ് വന്നു കഴിയുമ്പോഴത്തേക്ക് ഈ ഫ്രീക്വൻസീസ് പുറത്തുനിന്ന് ഈ ഈവിൾ ആയിട്ടുള്ള പിശാചിൻ്റെ ഈ മറൈൻ സ്പിരിറ്റ് ചില ഫ്രീക്വൻസീസ് തരും. നിങ്ങളെ പൊസസ് ചെയ്തിട്ടുണ്ടാകത്തില്ല, പുറത്തുനിന്നുള്ള ഇതായിരിക്കാം. വന്ന് 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 അത് കൂടിക്കൂടി അത് മാസ്റ്റർബേഷനിൽ ചെന്ന് അവസാനിക്കും. പിന്നെ അതിൽ നിന്ന് വിടാനായിട്ട് പറ്റത്തില്ല. ചില ആളുകളൊക്കെ അല്ലെങ്കിൽ അഡിക്ഷനായി ഹെൽത്ത് വരെ നഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. ഒരുപാട് ഹെൽത്ത് നഷ്ടപ്പെടുന്നതാണ്. എക്സസീവായിട്ടുള്ള ലെസ്റ്റ് ഉള്ളിലേക്ക് വരും. ഇതെല്ലാം ഇതിൻ്റെ പിന്നിൽ നിന്ന് വരുന്ന ചില കാര്യങ്ങളാണ്. എക്സസീവ് സെക്സ് വിത്തൗട്ട് എനി കൺട്രോൾ, അത് വരുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ചിന്തകൾ വന്നു കഴിയുമ്പം അതിനകത്തെ ഒരു നെഗറ്റീവ് ഫീച്ചർ വരുന്നുണ്ട്. കല്യാണം കഴിക്കാൻ പിന്നെ താല്പര്യം ഉണ്ടാകത്തില്ല. യു ഡോണ്ട് ഹാവ് എ ഡിസയർ ടു മാരി, പ്രത്യേകിച്ചും കല്യാണം കഴിക്കാത്ത ആളുകൾ. അത് ഇതിൻ്റെ ഒരു സ്പിരിറ്റാണ്. പല ഭവനങ്ങളിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, യുവാക്കന്മാരുടെ ഇടയിൽ 28, 30, 32, 35, 40 ആയാലും കല്യാണം കഴിയും, എനിക്ക് താല്പര്യമില്ല എന്ന് പറയുന്ന സ്ത്രീകളെയും പുരുഷന്മാരെയും കാണാം. പ്രത്യേകിച്ച് അപ്പന്മാർ, പിതാക്കന്മാർ ഇതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ആരെങ്കിലും 30, 40 വയസ്സായി കല്യാണം കഴിക്കാൻ യാതൊരു താല്പര്യമില്ലാതെ നിൽക്കുന്നുണ്ടെങ്കിൽ പലപ്പോഴും ഇതിൻ്റെ ഒരു അറ്റാക്കിനകത്താണ് അവരായിരിക്കുന്നത്. നേരത്തെ തുടങ്ങിയതായിരിക്കും, റിയലൈസ് ചെയ്തിട്ടില്ല. ഓക്കെ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്ത വേറൊരു കാര്യമാണ് ഡിസയർ ടു അട്രാക്റ്റ് മാരീഡ് പീപ്പിൾ. ഇത് വലിയൊരു ചിന്ത വരും. അൺമാരീഡായിട്ടുള്ള ആളുകൾ, പുരുഷനായാലും സ്ത്രീ ആയാലും, മാരീഡായിട്ടുള്ള ആളുകളെ അട്രാക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ആഗ്രഹം ഒരുപാട് വരും. ഈവൻ ഹോമോസെക്ച്വാലിറ്റിയും ലെസ്ബിയനും ഗേയും എല്ലാം ഇതിനകത്ത് വരുന്നൊരു കാര്യമാണ്. ലോത്തിൻ്റെ ഭവനത്തിൽ ഏഞ്ചൽസ് വന്നു കഴിഞ്ഞപ്പം അവിടുത്തെ ആളുകൾ പോയിട്ട് അവരെ ഞങ്ങൾക്ക് വിട്ടുതരണം, ഞങ്ങൾക്ക് സെക്സ് ചെയ്യാനായിട്ട് വിട്ടുതരണമെന്ന് പറയുന്ന ഭാഗം നമുക്കറിയാം. ശരിക്കും ഒരു മറൈൻ സ്പിരിറ്റ് ആയിരുന്നു അത്. അത് വന്നതിന് ശേഷം എന്താണ്, അതെല്ലാം ഒരു പാപവുമായിട്ട് ബന്ധപ്പെട്ടാണ് സോദോം ഗോമോറയൊക്കെ നശിപ്പിക്കുന്നത്. ഭയങ്കര പാപത്തിലേക്ക് പോയി. ഇന്നത്തെ തലമുറകൾ നിങ്ങൾക്കറിയാം. പലയിടത്തും ഞാൻ ഈ യൂട്യൂബുകളിൽ അതുപോലെ ഈ ഫേസ്ബുക്കിലും ഒക്കെ പലരുടെയും ഇതൊക്കെ കേട്ടിട്ടുണ്ട്. പലരും സംസാരിക്കുന്ന കേട്ടിട്ടുണ്ട്. യങ്ങായിട്ടുള്ളവർ പറയുന്നതാണ് മാരീഡ് പീപ്പിളാണ് കുറേ കൂടെ ബെറ്റർ. എന്നിട്ട് അവരെ ഡിസയർ ടു അട്രാക്ട് ദ മാരീഡ് പീപ്പിൾ. മാരീഡ് പീപ്പിൾ യങ്ങായിട്ടുള്ളവരെ അട്രാക്ട് ചെയ്യാനായിട്ട്, കല്യാണം കഴിക്കാത്തവരെ അട്രാക്ട് ചെയ്യാനായിട്ട് പോകുന്നു. തിരിച്ചും മറിച്ചും എല്ലാം ഇതെല്ലാം കാണിക്കുന്നത് എന്താണ്, ഈ മറൈൻ സ്പിരിറ്റാണ്. അതുകൊണ്ട് അത് പെട്ടെന്ന് വിട്ടുപോകത്തില്ല. അതങ്ങ് പിടിച്ച് അങ്ങ് കൂട്ടിയിരിക്കുകയാണ്. മനുഷ്യരെ പിടിച്ചങ്ങ് പൂട്ടിയിട്ടിരിക്കുക. വേറൊരു കാര്യമാണ് ഇത് കൊണ്ടുവരുന്നതാണ് ജസ്റ്റിഫയബിൾ ആങ്കർ. കോപം കൊണ്ടുവരും.
അത് ജസ്റ്റിഫയബിൾ ആണ്. ഈ കോപം കൊണ്ടുവരുന്ന ഇസ്രായേൽ മക്കളുടെ മോശയും തമ്മിലൊരു ഇൻട്രാക്ഷൻ നമുക്കറിയാമല്ലോ. ആദ്യം പാറയെ അടിച്ചു, വെള്ളം വന്നു. പിന്നെ ഈ ഇസ്രായേൽ ജനം മോശയെ ഇട്ട് കഷ്ടപ്പെടുത്തിയപ്പോൾ ദേഷ്യത്തിലെ ദൈവം പറഞ്ഞു, പാറയോട് കൽപ്പിക്കാൻ പറഞ്ഞു. മോശ പോയി അടിച്ചു. അതുകൊണ്ട് കോപം ഉള്ളിൽ വന്ന് ചെയ്തതിനാൽ മോശയ്ക്ക് കനാനിൽ പ്രവേശിക്കാനായിട്ട് സാധ്യമായില്ല. അതുകൊണ്ട് ഈ ഒരു സ്പിരിറ്റ് ഭയങ്കര ആങ്കർ തരുന്നൊരു സ്പിരിറ്റാണ്. അതുപോലെയുള്ളതാണ് പ്രൈഡ് തരുന്നൊരു സ്പിരിറ്റ്. പ്രത്യേകിച്ച് സ്പിരിച്വൽ പ്രൈഡ് കൊണ്ടുവരികയും സെൽഫായിട്ട് എക്സോൾട്ടേഷൻ ഉയർത്തുകയും ചെയ്യുന്ന ആൾക്കാർ. അതുകൊണ്ട് ഈ പ്രൈഡ് കൊണ്ടുവരുന്ന ഈ മറൈൻ സ്പിരിറ്റിനെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇറ്റ് ഈസ് ദ എനിമി ഓഫ് പ്രോഗ്രസ്. നമ്മുടെ മുമ്പിൽ പ്രോഗ്രസ് ഉണ്ടാവുന്നതിന് എതിരായിട്ട് നിൽക്കുന്ന ഒന്ന്. ഒരെണ്ണമാണ് ഈ മറൈൻ സ്പിരിറ്റ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഈ മറൈൻ സ്പിരിറ്റ് നമ്മുടെ ജീവിതത്തിൽ എല്ലാ രീതിയിലും നമ്മളെ തകർത്ത് കളയാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇത് എപ്പോഴും കൂടുതലും സെക്സുമായിട്ട് റിലേറ്റ് ചെയ്താണ് വരുന്നതെങ്കിലും അല്ലാതെയും ഇത് കാണുന്നുണ്ട് മറൈൻ സ്പിരിറ്റ്. ഈ മറൈൻ സ്പിരിറ്റിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു വലിയ ആഗ്രഹമുണ്ട്. എപ്പോഴും അവർക്കൊരു ബോഡി വേണം. കാരണം പണ്ട് അവർക്ക് ബോഡി ഉണ്ടായിരുന്നു. ബോഡി ഫ്ലഡിൽ നഷ്ടപ്പെട്ടു പോയതാണ്. പിന്നീട് അവർ കിട്ടുന്നതിനകത്തെല്ലാം പ്രവേശിച്ചുകൊണ്ടിരിക്കുക. അവർക്ക് ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് അവർക്കൊരു ബോഡി വേണം. അതുകൊണ്ട് നോർമലി മറൈൻ സ്പിരിറ്റ് വിൽ ഇൻഫെസ്റ്റ്, അല്ലെങ്കിൽ അവർ വന്ന് ഈ നെഫ്ലിം സ്പിരിറ്റ് എപ്പോഴും ഒരു ബോഡിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നതിനാൽ അവരെപ്പോഴും വന്നിട്ട് ആളുകൾ പ്രവേശിക്കും എന്നുള്ളത് ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ്. പ്രവേശിച്ചാൽ മാത്രം പോരാ, അവരെ ഒരിക്കലും വിട്ടുപോകത്തുമില്ല, എന്നും അവരോട് കൂടെ ഇരിക്കും. ഈ നിങ്ങൾ ചില വീഡിയോസിലൊക്കെ കണ്ടു കാണാം, അല്ലെങ്കിൽ ചില ഈ ഈവിൾ സ്പിരിറ്റിനെ പുറത്താക്കുന്ന ചില ശുശ്രൂഷകളുണ്ടല്ലോ, അതിൽ നിങ്ങൾ കണ്ടു കാണും. എത്ര പറഞ്ഞാലും ഈ സ്പിരിറ്റ് ഇറങ്ങിപ്പോകത്തില്ല. ചിലപ്പോൾ 6, 10, 15 ഒക്കെ ഗ്രൂപ്പായിട്ട് കാണും അവർ പൊസസ് ചെയ്തിരിക്കുകയാണ്. ഈ ഈവിൾ സ്പിരിറ്റ് ബീസ്റ്റിനെയും ബേഡ്സിനെയും അനിമൽസിനെയും എല്ലാ ക്രിയേഷനെയും കറപ്റ്റ് ചെയ്യുന്ന ഒന്നാണ്. അതുകൊണ്ടാണ് ഈ ദൈവം തൻ്റെ സൃഷ്ടികളെക്കുറിച്ചെല്ലാം അനുദപിച്ചു എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗം ബൈബിളിൽ നമ്മൾ കാണുന്നല്ലോ. അത് ഇവർ ഈ ബോഡിയിൽ പ്രവേശിക്കും. ദേ ആർ ലുക്കിംഗ് ഫോർ എ ബോഡി. അൺക്ലീൻ സ്പിരിറ്റ് ബോഡിയിൽ പ്രവേശിച്ചായിട്ട് കാണാം. അത് ഈ അൺക്ലീൻ സ്പിരിറ്റിൻ്റെ ചില എക്സാമ്പിൾസ് ബൈബിളിലുണ്ട്. അത് ഞാൻ 1-2 എക്സാമ്പിൾസ് കൂടെ ഇന്ന് പറഞ്ഞിട്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കാം. ഒന്ന്, മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായത്തിൽ ഞാനത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയും. ഈ അൺക്ലീൻ സ്പിരിറ്റിനെ നമ്മൾ പറയുന്ന സമയത്ത് അതൊന്ന് നമുക്ക് നോട്ട് ചെയ്യാം. മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായത്തിൽ ചന്ദ്രരോഗം പിടിച്ച് പലപ്പോഴും തീയിലും വെള്ളത്തിലും വീണ് വല്ലാതെ കഷ്ടത്തിലായി പോകുന്ന ഒരു സ്പിരിറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. ശിഷ്യന്മാർ നോക്കിയിട്ട് അവർക്ക് അവനെ സൗഖ്യം വരുത്താൻ കഴിഞ്ഞില്ല. യേശു വന്ന് അവരെ സൗഖ്യമാക്കുന്ന കാര്യം പറയുന്നു. അതിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, അത് ഒരു മറൈൻ സ്പിരിറ്റായിരുന്നു. യേശു വന്ന് അത് സൗഖ്യമാക്കുന്നു. അത് കാരണം എന്താണ്? ആ സ്പിരിറ്റിനൊരു പ്രത്യേകതയുണ്ട്. അത് പലപ്പോഴും തീയിലും വെള്ളത്തിലും, അതൊക്കെ ദൈവം ആ വാക്കുകളൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന വലിയ ഇമ്പോർട്ടൻസിലാണ് എഴുതിയിരിക്കുന്നത്. ഈ തീയിൽ വെള്ളത്തിലും എന്നൊക്കെ പറയുന്നത് ശരിക്കും അതിന് മുമ്പ് നടന്ന മർരൂമലയിലെ തീയുടെയും വെള്ളത്തിൻ്റെയും ആളുണ്ടായിരുന്നു. മോശ ദ മാൻ ഓഫ് വാട്ടർ, വെള്ളത്തിൻ്റെ മനുഷ്യനാണ് മോശ. ഉണ്ടായപ്പോഴേ എങ്ങോട്ടാണ് ഇട്ടേ? വെള്ളത്തിലാണ് കൊണ്ടിട്ടെ. അത് കഴിഞ്ഞിട്ട് വന്നിട്ടും മോശ എന്തൊക്കെയാണ് ചെയ്തേ? മോശ ഫറവോൻ്റെ അരികെ ചെന്നും വെള്ളത്തിലൊക്കെയുള്ള വേലകളൊക്കെ ചെയ്ത് നമുക്ക് കാണാമല്ലോ. അത് കഴിഞ്ഞിട്ട് പ്രധാനമായിട്ട് ചെയ്തത് എന്താ? റെഡ് സീ 2ആയിട്ട് വിഭജിച്ചു. വെള്ളം
വെള്ളം റെഡ് സീ രണ്ടായിട്ട് വിഭജിച്ചു. ഓക്കെ, മറുമലയിലെ യേശു മോശയോടുണ്ടായിരുന്നു, അതിൻ്റെ കൂടെ രണ്ടാമതൊരു മനുഷ്യനുണ്ടായിരുന്നു, ഏലിയ. ഏലിയ ദ മെൻ ഓഫ് ഫയർ, ആകാശത്ത് തീ ഇറക്കിയവനാണ്, മെൻ ഓഫ് ഫയർ. അത് യേശുക്രിസ്തു ശിഷ്യന്മാരോട് പറയുകയാണ്, ഈ ചന്ദ്രരോഗം ബാധിച്ചവനെ സൗഖ്യമാക്കിയതിന് ശേഷം പറയാണ്, ഉപവാസത്താലും പ്രാർത്ഥനയിലും അല്ലാതെ ഈ ജാതി പോവുകയില്ല. മോസസ് ഫാസ്റ്റഡ്, ഏലിഷ ഫാസ്റ്റഡ്. മോസസ് പ്രേയ്ഡ്, ഏലിഷ പ്രേയ്ഡ്. ഇത് അവർ ഒരു എന്താ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ഇത് വരികയാണ്. അപ്പോൾ ഈ സ്പിരിറ്റിനെ പുറത്താക്കണമെങ്കിൽ നമുക്ക് പ്രാർത്ഥനയും ഉപവാസവും ആവശ്യമാണ് എന്ന് യേശു ഇൻഡയറക്റ്റായിട്ട് പറയാണ്. ഓൾഡ് ടെസ്റ്റ്മെൻറ്റിൽ നിന്ന് മോശയുടെയും ഏലിയാവിൻ്റെ എക്സാമ്പിൾ എടുത്തുകൊണ്ട്, ഈ ചന്ദ്രരോഗം ബാധിച്ച എന്ന് പറഞ്ഞാൽ വെള്ളത്തിലും തീയിലും മോശയും ഏലിയാവും അവരെ മുമ്പിൽ കണ്ടിട്ടാണ് ഇത് പറയുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാനത് ഒരു ഇൻസിഡൻറ്റിൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇതുമായിട്ട് ബന്ധപ്പെട്ട് വേറൊരു എക്സാമ്പിൾ ബൈബിളിൽ നിന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഈ മറൈൻ സ്പിരിറ്റ്. മറൈൻ സ്പിരിറ്റ് എന്നുള്ള വേർഡ് തന്നെ വെള്ളത്തിൻ്റെ എന്നുള്ള സ്പിരിറ്റാണല്ലോ. യേശുക്രിസ്തു ഗദരദേശത്ത് ഒരു വ്യക്തിയെ കാണാനായിട്ട് പോയി. മർക്കോസ് 4, 5 അധ്യായങ്ങളിലാണ് അതിനെക്കുറിച്ച് പറയുന്നത്. ഒരു 5-ാം അധ്യായത്തിലാണ് ആ മനുഷ്യനെ കാണുകയും ലെഗ്യോൺ ബാധിച്ചിരുന്നതിനെ സൗഖ്യമാക്കുകയൊക്കെ ചെയ്ത കാര്യം നമുക്കറിയാം. ഞാനത് വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. 4-ാം അധ്യായത്തിൽ യേശു പടകിൽ പോയി കഴിഞ്ഞപ്പോഴേ നാം അക്കരയ്ക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് പടകിൽ കയറി, അപ്പോൾ വഴിയിലെ ചുഴലിക്കാറ്റുണ്ടായതായിട്ട് പറയുന്നു. അവൻ അമരത്ത് തലവെച്ച് ഉറങ്ങുകയായിരുന്നു. ശിഷ്യന്മാരവനെ ഉണർത്തി. നിനക്ക് ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ യാതൊരു വിചാരവുമില്ലേ എന്ന് പറഞ്ഞ് ഉണർത്തി. അന്നേരം അവൻ എഴുന്നേറ്റ് കടലിനോട് പറഞ്ഞു, അനങ്ങാതിരിക്കുക, അടങ്ങാൻ പറഞ്ഞു. കടൽ അടങ്ങി, ശാന്തമുണ്ടായി. അപ്പോഴവിടെ ശിഷ്യന്മാർ കണ്ടത് എന്താണ്? കടൽ യേശു പറയുന്ന അനുസരിച്ചു എന്നുള്ളതാണ്. എന്നാൽ യവൻ എന്തിനാ പോകുന്നത്? മർക്കോസ് 5-ാം അധ്യായത്തിലുണ്ട്, ആ ഗദരദേശത്തുള്ള മനുഷ്യനെ കാണാനാണ് പോകുന്നത്. അന്നേരം അവിടെ പോയപ്പോൾ അവനെ അവിടുന്ന് റിലീസ് ചെയ്യും എന്ന് മനസ്സിലാക്കിയുകൊണ്ട് ഈ കടലിലെ ശക്തി എന്ന് പറഞ്ഞാൽ മറൈൻ സ്പിരിറ്റ്സ്, അവർ എജിറ്റേറ്റഡായി. ഈ യേശു അവിടെ പോയിട്ട് അവനെ സൗഖ്യമാക്കണ്ട. അവർക്കറിയാം യേശു പോകുന്നത് അതിന് സൗഖ്യമാക്കാൻ പോകാമെന്ന് അറിയാം. എങ്ങനെ അറിയാമെന്ന് എനിക്കറിയത്തില്ല. സ്പിരിച്വൽ റലത്തിൽ അവർക്ക് അറിയാമായിരിക്കാം അവനെ വിടുവിക്കാനുള്ള സമയമായി എന്ന്. സ്പിരിച്വൽ റലത്തിലെ പിശാചുകൾക്ക് മനസ്സിലായി അവനെ കർത്താവ് വിടുവിക്കാൻ പോവാണ്. അതുകൊണ്ട് കർത്താവ് അവനെ വിടുവിക്കേണ്ട എന്ന് വിചാരിച്ച്, അവർക്കറിയത്തില്ലല്ലോ കർത്താവിൻ്റെ എന്തൊക്കെയാണെന്നൊന്നും അവർക്കറിയത്തില്ലല്ലോ. അതുകൊണ്ട് കർത്താവിനെ ശിഷ്യന്മാരെ ഒന്ന് വരട്ടാനോ അല്ലെങ്കിൽ അതിനെ ഒന്ന് ഒഴിവാക്കാൻ വേണ്ടി അവർ തീരുമാനിച്ചു. അതുകൊണ്ട് കടലൊന്ന് ഇളക്കി. ഒരിക്കലും ഇല്ലാത്ത പോലൊരു പ്രശ്നം കടലിൽ വന്നു. ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ശിഷ്യന്മാർ അവരിത് ഒത്തിരി എക്സ്പീരിയൻസ്ഡ് ആണ്. അവർക്ക് അങ്ങനെ പെട്ടെന്നൊരു കാറ്റൊന്നും വരുന്നതില്ല. എന്നാൽ ഒരിക്കലും ഇല്ലാതെ പോലെ പെട്ടെന്നൊരു തള്ളിക്കയറ്റം, തിര തള്ളിക്കയറ്റം. അത് മാത്രമല്ല, വലിയൊരു ചുഴലിക്കാറ്റുണ്ട്, അത് മുങ്ങുമാറാക്കി. ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ മറൈൻ സ്പിരിറ്റ്സ്. യേശു അതിനെ ശാസിച്ചതിന് ശേഷം 5-ാം അധ്യായത്തിലേക്ക് ചെന്ന് കഴിയുമ്പോൾ എന്താ സംഭവിച്ചത്? 5-ാം അധ്യായത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ആദ്യം തന്നെ പറയുന്ന ഗദരദേശത്തെത്തി ഒരു മനുഷ്യനെ തേടി വന്നു. അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യൻ കല്ലറിൽ നിന്നും അവന് എതിരേറ്റു എന്നാണ് പറയുന്നത്. എന്നിട്ട് അവിടെ നടക്കുന്ന കാര്യം അറിയാം. അവരോട് ചോദിച്ചു. അവൻ പല കാര്യങ്ങളും അവിടെ സംസാരിക്കുന്നു. രാവും പകലും തന്നെ തന്നെ പീഡിപ്പിക്കുന്ന ഒരു മനുഷ്യൻ, കല്ലെടുത്ത് ചതയ്ക്കുന്ന മനുഷ്യൻ, വീടൊക്കെ വിട്ട്. അന്നേരം അവർ പല ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. യേശു മഹോന്നതനായ പുത്ര, എനിക്ക് നിനക്കും എന്നെ ദണ്ഡിപ്പിക്കരുത് എന്ന് പറയുന്നു. അന്നേരം ആ മനുഷ്യനെ വിട്ടുപോകാൻ പറയുന്നു. യേശു വിട്ടുപോകാൻ പറയുന്നു. അവൻ്റെ പേര് ലെഗ്യോൻ എന്ന് പറഞ്ഞിട്ട്, നാട്ടിൽ നിന്ന് തങ്ങളെ അയച്ചു കളിപ്പാതിരിപ്പാൻ എറിയോന്ന് അപേക്ഷിച്ചു. നാട്ടിൽ നിന്ന് ഞങ്ങളെ വിടരുത്. കാരണം ആ സ്പിരിറ്റ് നാട്ടിൽ പോകാനായിട്ട് ആഗ്രഹിക്കുക. നേരത്തെ കടലിലൊരു സ്പിരിറ്റ് ഉണ്ടായിരുന്നു. ഈ സ്പിരിറ്റ് നാട്ടിൽ നിൽക്കാനായിട്ട് ആഗ്രഹിക്കുക. എന്നാൽ നാട്ടിൽ നിൽക്കാനായിട്ട് പറ്റാഞ്ഞുകൊണ്ട്, നാട്ടിൽ നിൽക്കാനായിട്ട് അവസാനം എന്താ പറഞ്ഞ്, പന്നിക്കൂട്ടത്തിൽ കയറാൻ പറഞ്ഞു.
ഈ പന്നിക്കൂട്ടത്തിൽ കയറി കഴിഞ്ഞപ്പോൾ പന്നിക്കൂട്ടം എങ്ങോട്ടാണ് പോയത്? നേരെ കടലിലേക്ക് പോയി കടും തൂക്കോട് പാഞ്ഞ് വീർപ്പ് മുട്ടിച്ചത് കടലിലേക്ക് പോയി. മറൈൻ സ്പിരിറ്റ് ആയിരുന്നു. അതല്ലെങ്കിൽ പന്നിക്കൂട്ടം കയറിയിട്ട് അവിടെ നിന്നാൽ പോരായിരുന്നു. ആ പന്നിക്കൂട്ടം എന്തിനാ കടലിലോട്ട് ഓടിപ്പോയി കടലിൽ മുങ്ങിച്ചത്തത്? നേരത്തെ ഈ മനുഷ്യനെ ഈ മറൈൻ സ്പിരിറ്റിൽ നിന്ന് വിടുവിക്കാനായിട്ട് ദൈവം പദ്ധതി ഇട്ട സമയത്ത് തന്നെ പൈശാചിക ലോകം ഇത് നടക്കരുതെന്ന് പറഞ്ഞ് അതിനുവേണ്ടി അവിടെ ആക്ടിവിറ്റി ആരംഭിച്ചായിരുന്നു. ഏതാ? അവിടെ വലിയ തിരമാലകളും അവിടെ വലിയ ഓളങ്ങളും കപ്പലിനെ ബോട്ടിനെ മുക്കാൻ വരെ ശ്രമിച്ചു. ആ മറൈൻ സ്പിരിറ്റിനെ ശാസിച്ച യേശു ഇവിടെ വന്ന ആ മറൈൻ സ്പിരിറ്റിനെ പുറത്താക്കി. ലീജിയൻ, അനേക പിശാചുക്കൾ അവരെ പുറത്താക്കിയപ്പോഴേ അവർ പന്നിയിൽ കയറി വീണ്ടും ആ വെള്ളത്തിലേക്ക് ചെന്നു. ഇറ്റ് വാസ് എ മറൈൻ സ്പിരിറ്റ്. ഇത് നമ്മൾ ആ രീതിയിൽ വിശകലനം ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് എന്തോ മനസ്സിലാവുന്ന ഒന്നും മനസ്സിലാവത്തില്ല. അവർ പറഞ്ഞു, പന്നിക്കൂട്ടം അവർ പറഞ്ഞു ഞങ്ങളെ ഇവിടെ തന്നെ നിർത്തണം എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലെ ഈ വെള്ളത്തിൻ്റെ ലെവലിലല്ല, ടെറസ്ട്രിയൽ ലെവലിൽ ഞങ്ങളെ നിർത്തണം എന്ന് പറഞ്ഞു. കാരണം അത് ദേ വാണ്ട് ടു ആക്ട് ഇൻ ദ ലാൻഡ് ആസ് വെൽ ആസ് ഇൻ ദ സീ. പക്ഷേ ദേ ആർ കംഫർട്ടബിൾ ഇൻ ദ സീ. അവർക്ക് കംഫർട്ടബിൾ സീയിലാണ്. അതുകൊണ്ടാണ് അവർ വെള്ളത്തിലേക്ക് വീണ്ടും പോയത്. ഞാൻ തൽക്കാലം എൻ്റെ വാക്കുകളോട് അവസാനിപ്പിക്കുകയാണ്. ഈ എക്സ്റ്റേണൽ സിംറ്റംസും ഒക്കെ നമ്മൾ കാണുമ്പോഴേ നമുക്കൊരു കാര്യം ചിന്തിക്കണം. ദിസ് ഈസ് ദ മറൈൻ സ്പിരിറ്റ് വിച്ച് ഈസ് വർക്കിംഗ്. ഈ മറൈൻ സ്പിരിറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ വേറെ രീതിയിൽ പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ സ്പിരിറ്റ് ഓഫ് ഡോഗ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ സ്പിരിറ്റ് ഓഫ് ഡോഗിനെ കുറിച്ച് വലിയൊരു ക്ലാസ് എടുക്കേണ്ട ആവശ്യമുണ്ട്. നമ്മളെ സങ്കീർത്തനം 22 സ്പിരിറ്റ് ഓഫ് ഡോഗിനെ കുറിച്ച് പറയുന്നുണ്ട്. അത് വെച്ചാൽ ഛർദ്ദിച്ചത് വീണ്ടും ഭക്ഷിക്കുന്ന സ്പിരിറ്റ് എന്ന് പറയാൻ നമ്മുടെ ജീവിതത്തിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച പാപങ്ങളെ ഒരു നാണവുമില്ലാതെ, വീണ്ടും ഞാൻ പറയാണ്, ഒരു നാണവുമില്ലാതെ ആ പാപം വീണ്ടും പോയി ചെയ്യുന്ന സ്പിരിറ്റ്, ദാറ്റ് ഈസ് ദ മറൈൻ സ്പിരിറ്റ്. ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച പാപങ്ങൾ വീണ്ടും തലയിടുക അതിനകത്ത്, ഡോണ്ട് ഹാവിങ് എനി കൺട്രോൾ. ആ സ്പിരിറ്റ്, ദാറ്റ് ഈസ് ദ മറൈൻ സ്പിരിറ്റ്. അത് കയറിയാൽ ഇറങ്ങിപ്പോകാൻ ഭയങ്കര പാടാണ്. നമ്മുടെ മുമ്പോട്ടുള്ള പ്രയാണമെല്ലാം തടയും. ഈ സ്പിരിച്വൽ ഹസ്ബൻഡ് ആൻഡ് സ്പിരിച്വൽ വൈഫ് എന്ന് പറഞ്ഞ് വേറൊരു സെഷൻ എടുക്കുമ്പം ഇനിയും കൂടുതൽ കാര്യം ഈ മറൈൻ സ്പിരിറ്റിനെ കുറിച്ച് പറയാം. അത് അഡ്രസ്സ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ദാറ്റ് ഈസ് ഓൾസോ വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ട് നമുക്ക് ഈ മറൈൻ സ്പിരിറ്റിൽ നിന്നുള്ള വിക്ടറി നമുക്ക് ആവശ്യമാണ്. അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത എപ്പിസോഡിൽ ചിന്തിക്കാം. തീർച്ചയായും ഇന്നത്തെ ചിന്തകൾ നമുക്ക് പ്രയോജനമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ തുടർമാനമായി ഇത് വാച്ച് ചെയ്യുക. എനിക്ക് തോന്നുന്നു 4 എപ്പിസോഡ് കഴിഞ്ഞു. ഒരു എപ്പിസോഡ് കഴിയുമ്പോൾ തൽക്കാലം അത് ഞാൻ ഇവിടെ നിർത്തും. പിന്നീട് ഇതിൻ്റെ റെഫറൻസ് വീണ്ടും നമ്മൾ പല എപ്പിസോഡുകളിൽ പറയും. അപ്പോഴേ നമുക്ക് ഓരോ വെളിപ്പാടുകൾ വരുമ്പോഴേ നിങ്ങൾ അതിൽ നിന്നൊക്കെ ഉള്ള ഒരു പൂർണ്ണ വിടുതൽ നിങ്ങൾക്ക് വരും. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവെ, ഇത് കണ്ടുകൊണ്ടിരുന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി ഒഴിഞ്ഞു പോകില്ല. ഞങ്ങൾക്കറിയാം കർത്താവെ, ഇതൊരു സൈക്കിളായിട്ട് കരയിലും വെള്ളത്തിലും എല്ലാ മനുഷ്യജീവിതങ്ങളും പ്രവർത്തിക്കുന്ന ഒന്നാണ്. ഇത് കർത്താവെ, ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും ഉണ്ടാക്കുന്നത് വരെ, അല്ലെങ്കിൽ കർത്താവ് വരെ പിടിച്ച് ജയിലിലിട്ട് അല്ലെങ്കിൽ ടാർട്ടറസിലിട്ട് അടയ്ക്കുന്നത് വരെ കർത്താവെ ഇതുണ്ടാവും എന്ന് ഞങ്ങൾ അറിയുന്നു. അതുകൊണ്ട് ഈ ലോകത്തിൽ ജീവിക്കുമ്പോഴേ ഇതിൻ്റെ അടിമത്വത്തിലാകാതിരിപ്പാൻ കർത്താവെ ഞങ്ങളെ തന്നെ സൂക്ഷിപ്പാൻ ഞങ്ങളെ ഇടവരുത്തുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആരെങ്കിലും കർത്താവെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന അൺകൺട്രോളബിളായിട്ടുള്ള ഈ മറൈൻ സ്പിരിറ്റിൻ്റെ കർത്താവെ പീഡനത്തിലായിരിക്കുന്നുണ്ട്, യേശുവിൻ്റെ നാമത്തിലെ ഞാനിവിടെ ഡിക്ലെയർ ചെയ്യാണ്, നിങ്ങൾ പുറത്തു വരിക. ഗെറ്റ് ബാക്ക് സൈറ്റൻ. അവരുടെ ജീവിതത്തിൽ നിന്ന് മാറി നിൽക്കുക, വഴിമാറുക. അവർ ഈ ദിവസങ്ങളിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. അവരുടെ ജീവിതത്തിലെ നിരാശകൾ മാറട്ടെ. അവരുടെ ജീവിതത്തിൽ കെട്ടുകളുടെ ചെയിനുകളൊക്കെ പൊട്ടി മാറട്ടെ. എല്ലാ പ്രൈഡ്ഫുൾ ഹാർട്ടും മാറിപ്പോട്ടെ. എല്ലാ രീതിയിലുള്ള സെക്ച്വൽ അഡിക്ഷനും മാറിപ്പോട്ടെ. ദൈവമേ, നിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. കുടുംബജീവിതങ്ങളിൽ താറുമാറായിരിക്കുന്ന കുടുംബങ്ങൾ, ക്ഷമിക്കാൻ പറ്റാത്ത അൺഫോർഗീവ്നെസ് വെച്ചുകൊണ്ടിരിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർ, എല്ലാ രീതിയിലുള്ള ഈ കെട്ടുകളിൽ നിന്ന് വിടുവിക്കുകയും നിൻ്റെ വലിയ റിലീസ് ഈ സമയങ്ങളിൽ അയക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. എന്നോട് ചേർന്ന് പ്രാർത്ഥിച്ചവരെ അനുഗ്രഹിച്ചോ സ്തോത്രം.
യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണമേ. ആമേൻ. ദൈവം നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ. അടുത്ത എപ്പിസോഡിൽ ഹൗ ക്യാൻ വി ബി ഫ്രീ ഫ്രം ദിസ് മറൈൻ സ്പിരിറ്റ്, അതിൽ നിന്ന് എങ്ങനെ നമുക്ക് പുറത്തേക്ക് വരാം എന്നുള്ളത് ചിന്തിക്കും. തീർച്ചയായും എന്നോടൊപ്പം ആയിരിക്കുക. ഇത് നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ പ്രെയർ റിക്വസ്റ്റുകൾ വാട്സാപ്പ് നമ്പറിൽ അയച്ചു തന്നാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കും.